വചനം വചനം ത്രിയേക ദൈവമം വചനം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, നാം ആണ്ടുവട്ടത്തിൻ്റെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷവും 1-ാമത്തെ വായനയും 2 തരത്തിലുള്ള അറിവ് നമുക്ക് നൽകുന്നു. ഒന്ന് മനുഷ്യൻ്റെ മാനുഷികമായ അറിവും, 2-ാമത്തേത് മാനുഷികമായ അറിവിനേക്കാൾ യേശുവിനെക്കുറിച്ചുള്ള, ക്രൂശിതനെക്കുറിച്ചുള്ള, ലോകത്തിലേക്ക് അവതരിച്ച വചനത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകുന്നു. ഈ അറിവിൽ ജീവിതം കരുപ്പിടിപ്പിക്കുന്നവനെ, ചിട്ടപ്പെടുത്തുന്നവനെ മലമുകളിൽ പണിതുയർത്തപ്പെട്ട പട്ടണമെന്നും ഭൂമിയുടെ ഉപ്പെന്നും ലോകത്തിൻ്റെ പ്രകാശമെന്നൊക്കെ വിളിക്കുന്നു. ഇത് ഒരിക്കലും മറച്ചുവെക്കുവാൻ സാധിക്കുകയില്ല. ഇത് എല്ലാവർക്കും പ്രകാശം ആയും സ്വാദായും നന്മയായും മാറപ്പെടുന്നു. അതിനെക്കുറിച്ചുള്ള വിവരണമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ആദ്യത്തെ വായനയിൽ വിവരിക്കുന്നത്. ഇന്നത്തെ 3 വായനകളിലൂടെ നമ്മുടെ തന്നെ വ്യക്തി ജീവിതത്തെ പരിശോധിക്കുമ്പോൾ 3 ചോദ്യങ്ങൾ നമ്മോട് തന്നെ നാം ചോദിക്കണം. ഒന്നാമത്തേത്, നമ്മുടെ ജീവിതം മാനുഷിക വിജ്ഞാനത്തിൽ പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ്. 2-ാമത്തേത്, മറ്റുള്ളവർക്ക് നാം മറ്റൊരു ക്രൂശിതനായ ക്രിസ്തുവാകുന്ന പ്രകാശമാകുവാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ സ്വാദാകുന്ന ഉപ്പാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. 3-ാമത്തേത്, നമ്മെ കണ്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തും വിധം അവരുടെ ജീവിതത്തിൽ നന്മയുള്ള, സ്വാദുള്ള വ്യക്തികളായി മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്വാദുള്ള, ഉറകെടാത്ത ഉപ്പാകുവാനും മറ്റുള്ളവരുടെ ഹൃദയത്തിലെ ഇരുട്ടകറ്റി പ്രകാശം പരത്തി മലമുകളിൽ പണിതുയർത്തപ്പെട്ടവരുടെ ഭവനം പോലെ സൽപ്രവർത്തികളാൽ തിളങ്ങുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു.